ഇവരായിരുന്നു പണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ എന്ന് എന്നെ കൊണ്ട് പറയിക്കരുത്. ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റി വരുന്നു. 10 കൊല്ലം മുണ്ട് സ്വകാര്യ യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ച ആരുടെ കരണത്തടിച്ച് നിലത്തിട്ട ആളുകളാണ്. വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോൾ 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് ഇപ്പൊ മുഖ്യമന്ത്രി ആയിരുന്നിട്ട് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിന്റെ നേട്ടത്തിൽ ഞെളിഞ്ഞിരിക്കുന്നത്. കൊച്ചി മെട്രോ വന്നപ്പോൾ സമരം ചെയ്ത ആളല്ലേ ഈ വ്യവസായ മന്ത്രി, പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നുകൊണ്ട്. നമ്മൾ ഗ്യാസ് പൈപ്പ് ലൈൻ വന്നപ്പോൾ പറഞ്ഞത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണ് എന്ന് പറഞ്ഞൊരു മന്ത്രി ഈ സംസ്ഥാനത്തെ മന്ത്രിസഭയിലുണ്ടല്ലോ. എന്നിട്ട് ഇപ്പൊ ഗ്യാസ് പൈപ്പ് ലൈൻ ഞങ്ങൾ കൊണ്ടുവന്നു. അന്ന് സമരം ഇരുന്ന് നമ്മളുള്ള സമയത്ത് എക്സ്പ്രസ് ഹൈവേ, ഇപ്പൊ ഹൈവേയുടെ അഭിമാനം പറയാ. എക്സ്പ്രസ് ഹൈവേ ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? അത് കേരളത്തെ 2ആയി കീറി മുറിക്കും, 2ആക്കും. +2 കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? പെരിയാരം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? ഏറ്റവും അവസാനം ആ സീ പ്ലെയിൻ കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? 10 കേസുകളാണ് ഞാൻ പറഞ്ഞത്. ഈ 10 കേസുകൾ UDF ഈ കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടി, സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ നെഗറ്റീവ് സ്റ്റാൻഡാണ്. ഞങ്ങൾ എടുക്കില്ല.